റഹീസ് വെരി 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 ഗുഡ് മോർണിംഗ് ആണ് റഹീസിനും എനിക്കും ഇന്ത്യക്കുമൊക്കെ അത്രയ്ക്ക് അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. 1979 ഓഗസ്റ്റ് 10 ആദ്യ ദൗത്യത്തിന് ശേഷം നമ്മൾ 100ാം ദൗത്യത്തിലേക്ക് കടക്കുമ്പോൾ ഈ സ്പേസ് കമേഴ്സ്യലൈസേഷനിൽ ബഹിരാകാശ വാണിജ്യത്തിൽ ഇന്ത്യ പങ്കാളിയാവുകയാണ്. മറ്റു രാജ്യങ്ങൾ കൊതിയോടും അസൂയയോടും കൂടെ ഇന്ത്യയെ നോക്കുന്ന ഒരു ഘട്ടമാണ്. ആ 27 മണിക്കൂർ നീണ്ട കൗണ്ട് ഡൗൺ അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. വിവരങ്ങൾ ക്രിസ്റ്റീന, എക്സലന്റ് ഗുഡ് മോർണിംഗ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. ഒപ്പം തന്നെ ഒരു വിക്ഷേപണം നടക്കുമ്പോൾ ഈ വിക്ഷേപണ ഉപഗ്രഹമോ അല്ലെങ്കിൽ ആ ലോഞ്ചറോ ഒക്കെ അല്ലാതെ വിക്ഷേപണ കേന്ദ്രം ഒരു ശ്രദ്ധാ കേന്ദ്രമായി മാറുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു അഭിമാന നിമിഷമാണ് ഇപ്പോൾ ശ്രീഹരിക്കോട്ടയിൽ നിൽക്കുമ്പോൾ. കാരണം 100ാമത് ലോഞ്ച്, അതും ഏറ്റവും അധികം ലോകം ഇപ്പോൾ കാത്തിരിക്കുന്ന, കൊതിയോടെ നോക്കുന്ന ഒരു രാജ്യവും ഒപ്പം തന്നെ ഒരു ബഹിരാകാശ സംവിധാനവും ഒക്കെയാണ് ഇന്ത്യക്കുള്ളത്. ആ പരീക്ഷണങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിക്കുന്ന, അതിൻ്റെയൊക്കെ ഒരു കവാടമായി പ്രവർത്തിക്കുന്ന ശ്രീഹരിക്കോട്ടയിൽ നിന്ന് നമ്മൾ 100ാമത്തെ ലോഞ്ചിന് തയ്യാറെടുക്കുകയാണ്. കൃത്യം പറഞ്ഞാൽ ഒരു 3 മിനിറ്റ് ചില്ലറ സെക്കൻഡുകൾ മാത്രമാണ് ഇനി ഈ ദൗത്യത്തിലേക്ക് ബാക്കിയാകുന്നത്. ഇന്ന് GSLV F-15 NVS-02 വിക്ഷേപണമാണ് ശ്രീഹരിക്കോട്ടയിൽ നടക്കുന്നത്. ഇന്ന് ഏറ്റവും കുറച്ച് ചർച്ച ചെയ്യപ്പെട്ടതും ഈ വിക്ഷേപണത്തിനെ പറ്റിയാവും. കാരണം ഇന്ന് എന്താണ് വിക്ഷേപിക്കുന്നത്, അതിൻ്റെ ദൗത്യം എന്നതിനപ്പുറം ഈ സ്ഥലത്തിനാണ് പ്രാധാന്യം എന്നുള്ളത് കൊണ്ടാണ്. ഇതൊരു സാറ്റലൈറ്റ് ഒരു ഉപഗ്രഹം ആണ്. അതായത് നാവിഗേഷനൊക്കെ ഏറ്റവും അധികം സഹായിക്കുന്ന ശ്രേണിയിലെ 2ാമത്തെ ലോഞ്ചിനാണ് ഇന്ത്യ തയ്യാറെടുക്കുന്നത്, ISRO തയ്യാറെടുക്കുന്നത്. സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിലെ ഒരു 2ാമത്തെ ലോഞ്ച് പാഡിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ ഒരു വിക്ഷേപണം നടക്കുക. കാരണം ഈ ഒരു ലോഞ്ച് പാഡിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ 2002 അത് രൂപീകൃതമാകുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ അത് രൂപകൽപ്പന ചെയ്യുന്നു. പിന്നീട് നടന്ന ഓരോ വിക്ഷേപണങ്ങളും അത് ചരിത്രപരമായിരുന്നു. ഓരോ പ്രധാനപ്പെട്ട ദൗത്യങ്ങളുടെയും ചുക്കാൻ പിടിച്ചതാണ്. കാരണം ISROയിലെ ആകെ നോക്കിക്കഴിഞ്ഞാൽ PSLVയുടെ റോക്കറ്റുകൾ 62 എണ്ണമാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. GSLVയുടെ 16 റോക്കറ്റുകൾ, SLV 4 റോക്കറ്റുകൾ, ASLV 4 റോക്കറ്റുകൾ, LVMൻ്റെ 7 റോക്കറ്റുകൾ, SSLV 3 റോക്കറ്റുകൾ. അങ്ങനെ 2 ലോഞ്ച് പാഡിൽ നിന്നും സാധ്യമാകുന്നതൊക്കെയും ഇന്ത്യ കൈക്കലാക്കിയിട്ടുണ്ട്. ഇനി ഒരു 3ാം ലോഞ്ച് പാഡിന് കൂടി തയ്യാറെടുക്കുകയാണ്. അത് മനുഷ്യന് ചിന്തിക്കുന്നതിനപ്പുറം, അല്ലെങ്കിൽ ഒരു ബഹിരാകാശ വമ്പൻ രാജ്യത്തിന് ചിന്തിക്കുന്നതിനപ്പുറമുള്ള ദൗത്യത്തിലേക്കാണ് ഇനി ഇന്ത്യയുടെ നീക്കം. പ്രത്യേകിച്ചും സ്വന്തമായിട്ടൊരു ബഹിരാകാശ നിലയം എന്നുള്ള ലക്ഷ്യമുണ്ട്. ചാന്ദ്രയാന്റെ തുടർ ദൗത്യങ്ങളുണ്ട്.